വിഷു എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതാണ്. കാലാകാലങ്ങളായിട്ട് മലയാളികളുടെ ഓണവും വിഷുവും മലയാളികളുടെ ഏറ്റവും വലിയ ഉത്സവങ്ങൾ തന്നെയാണ്. വിഷു കൂടുതലും കാർഷികപരമായിട്ടുള്ള നമ്മുടെ കാർഷിക വിളകളുടെ എടുപ്പുമായിട്ടും ഒക്കെ ഉള്ളൊരു ഉത്സവം. ഏത് പ്ലാവും കാച്ചു കിടക്കും, ഏത് മാവും കാച്ചു കിടക്കും, ഏത് കൊന്നയും പൂത്ത് കിടക്കും, എവിടെ നോക്കിയാലും പൂക്കളും അങ്ങനെ ഫലങ്ങളും ഉള്ളൊരു കാലമായിരിക്കും വിഷുക്കാലം. ഈ വിഷുക്കാലത്ത് ഈ വിഷുഫലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ 12 രാശികളിലേക്കും ഈ സൂര്യൻ തൻ്റെ ഉച്ചരാശിയായ മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു മാറ്റം, അതും അതിനോടനുബന്ധിച്ച് 12 രാശിക്കാർ അനുഭവിക്കുന്നതായിട്ടുള്ള ഒരു നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ വിഷുഫലത്തിൽ കൂടി പറയാൻ ഉദ്ദേശിക്കുന്നത്. വിഷുഫലം എന്ന് പറയുമ്പോൾ ചാരഫലത്തിനാണ് ഇതിൽ പ്രസക്തി വരുന്നത്. അപ്പോൾ ചാരഫലത്തിന് എന്താ പ്രസക്തി എന്ന് നമുക്ക് തോന്നും. അപ്പം അതിനെപ്പറ്റിയൊരു ശ്ലോകമുണ്ട്. സർവേഷു ലഗ്നേഷു ബി സൽസു ചന്ദ്ര ലഗ്നം പ്രധാനം ഖലു ഗോചരേഷു തസ്മാത് സ ദൃശ്യാദപി വർത്തമാന ഗ്രഹേന്ദ്രചാരയിരു കഥൈഫലാനി എന്ന് വെച്ചാൽ എല്ലാ ലഗ്നങ്ങളിലും വെച്ച് പ്രധാനമാണ് ചന്ദ്രലഗ്നം. എന്ന് വെച്ചാൽ ആർക്കും തന്നെ ഇപ്പോൾ 1 വർഷം കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞ് എന്ത് സംഭവിക്കുമെന്ന് അറിയണ്ട, അടുത്ത കാലഘട്ടത്തിൽ നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയാനാണ് താല്പര്യം. അപ്പം അതിന് നമ്മൾ ചന്ദ്രലഗ്നം വെച്ച് പറഞ്ഞാൽ വളരെ കറക്റ്റായിരിക്കുമെന്നാണ് ഈ ശ്ലോകത്തിൽ കൂടി നമ്മൾ പറയുന്നത്. മേടമാസം 1-ാം തീയതി 9:30 സൂര്യൻ മീനമാസത്തിൽ നിന്നും 9:35 ഇടയ്ക്കാണ് മീനമാസത്തിൽ നിന്ന് മേടമാസത്തിലേക്ക് സംക്രമിക്കുന്നത്. അത് കാരണം വിഷു കണിയൊക്കെ 15-ാം തീയതിക്കാണ് നമ്മൾ തീരുമാനിച്ചേക്കുന്നത്. 15-ാം തീയതി വെച്ചാൽ വിഷു സംക്രമിച്ച് ഒരു രാത്രി കഴിഞ്ഞിട്ടായിരിക്കും വിഷു സംക്രമം വരുന്നത്. ആ വിഷു കണിയൊക്കെ നമ്മൾ വയ്ക്കുന്നത്. ആ വിഷു കണിയോടനുബന്ധിച്ചുള്ള രാശികളുടെ ഫലം പറയുന്നത് വെച്ചാൽ ആദ്യം നമ്മൾ മേടൻ രാശിയുടെ ഫലം പറയുന്നത്. അശ്വതി, ഭരണി, കാർത്തികക്കാല് ഉൾപ്പെടുന്ന 2.25 നക്ഷത്രങ്ങളാണ് മേടക്കൂറിൽ വരുന്നത്. ഈ മേടക്കൂറിൽ വരുന്ന ഈ അശ്വതി, ഭരണി, കാർത്തികക്കാലുകാർക്ക് ഇപ്പം നോക്കിയാൽ വളരെ ഒരു പിടിച്ച സമയം എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം അവരുടെ ചാരവശാൽ 3-ൽ വ്യാഴം നടക്കുകയാണ്, 12-ലാണെങ്കിൽ ശനി നടക്കുകയാണ്. അപ്പം ശനി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പേടിയുള്ള ഒരു ഗ്രഹമാണ്. കാരണം ശനിയുടെ ഏറ്റവും മെയിൻ ജോലിയാണ് ആളുകളെ തട്ടിയിടുക, വീഴ്ത്തുക എന്നുള്ളത്. അപ്പോൾ 12 എന്ന് പറയുന്നത് പതന സ്ഥാനമായത് കാരണം ഈ മേടക്കൂറുകാർ വളരെ സൂക്ഷിച്ച് വേണം യാത്ര ചെയ്യാനും എല്ലാം. കാരണം എപ്പോൾ വേണേലും അവർക്ക് വീഴാം, കാരണമൊന്നുമില്ലാണ്ട് അവർ മറിഞ്ഞു വീഴാം എന്നൊക്കെയാണ് പറയുന്നത്. 12-ൽ ശനിയുടെ ഒപ്പം അതിപാപനായിട്ടുള്ള കുജനും കൂടിയുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് നിൽക്കുമ്പോൾ അഗ്നിമാരുത യോഗം എന്ന് പറയുന്നൊരു യോഗം നടക്കുകയാണ്. അതിൻ്റെ പൊട്ടിത്തെറിയാണ് നമ്മൾ ലോകത്തിൻ്റെ പല ഭാഗത്തും ഇന്ന് കാണുന്ന യുദ്ധങ്ങളുടെ എല്ലാം കാരണം. കുജൻ തീയുടെ ആളാണ്. ഈ കുജൻ്റെ ദൃഷ്ടി ഇപ്പം മിഥുനൻ രാശിയിലേക്ക് വന്നിട്ട് മിഥുനൻ രാശിയിൽ നിൽക്കുന്ന വ്യാഴത്തിനും ഇത് ബാധിക്കുന്ന കാരണം ഇവർ വളരെ കഷ്ടപ്പെടുന്നൊരു സമയമാണ് മേടൻ രാശിക്കാർ. പിന്നെ ഇവർക്ക് ജൂൺ മാസം കഴിഞ്ഞാൽ വ്യാഴം 4-ാം കർക്കിടകൻ രാശിയിലേക്ക് വരും. അത് കർക്കിടകൻ രാശിയിലേക്ക് വ്യാഴം വരുന്നതോടെ വ്യാഴം തന്നെ ഉച്ചരാശിയിൽ പ്രവേശിക്കുന്നതോടെ ഈ അവസ്ഥയ്ക്കൊരു പതുക്കെ ഒരു മാറ്റം വരുന്നതായിരിക്കും. ഇതുകൂടാണ്ട് രാഹുകേതുക്കളുടെ ഒരു മാറ്റമുണ്ട്, അത് ഡിസംബറിലാണ്. അതും ഇവർക്ക് വളരെ പ്രതികൂലമായിട്ട് വരും. അപ്പോൾ ഇവർ ശാസ്താ ക്ഷേത്ര ദർശനം, അതുപോലെ തന്നെ വിഷ്ണുപ്രീതിക്കായി വിഷ്ണു ക്ഷേത്ര ദർശനം, സർപ്പപ്രീതിക്കായി സർപ്പസങ്കേതങ്ങൾ സന്ദർശിച്ച് പ്രാർത്ഥിക്കുക, ഇതൊക്കെയാണ് ചെയ്യാവുന്നതായിട്ടുള്ള വഴിപാടുകൾ. രണ്ടാമത്തെ രാശിയായ ഇടവൻ രാശി, കാർത്തിക മുക്കാല്, രോഹിണി, മകയിര് തര ചേരുന്ന നക്ഷത്രങ്ങളാണ് ഇടവൻ രാശിയിൽ വരുന്നത്. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 2-ൽ വ്യാഴമുണ്ട്. ഈ 2-ൽ വ്യാഴമുണ്ടെങ്കിലും ഇവർക്ക് 12 ഈ മീനത്തിൽ നിൽക്കുന്ന ശനി ഇവരെ വീക്ഷിക്കുന്നുണ്ട്. ഇടവത്തിലേക്ക് ദൃഷ്ടിയുണ്ട്. ഇടവത്തിലേക്കുള്ള ഈ ശനിയുടെ ദൃഷ്ടി ഇവർക്ക് പല ഒരു ആലസ്യം ഉണ്ടാക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരിക്കും. എല്ലാത്തിനും ഒരു മടി, ഒരു വിമുഖത കാണിക്കും. ഇവർ എന്തിനിറങ്ങിയാലും ഇന്ന് പോകണ്ട, നാളത്തേക്ക് മാറ്റി വയ്ക്കാന്നൊരു ടെൻഡൻസി ഇവരിലുണ്ടാക്കും ഈ ശനി. പക്ഷേ 2-ലെ വ്യാഴം ഇവർക്ക് ധനപരമായിട്ട് വളരെ ഉയർച്ച കൊടുക്കും. അത് ജൂൺ മാസം കഴിയുമ്പോൾ ഈ 2-ലെ വ്യാഴം പതുക്കെ കർക്കിടകത്തിലേക്ക് വരും. കർക്കിടകം തന്നെ ഉച്ചരാശിയാണെങ്കിലും ഈ ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴത്തിൻ്റെ ഗുണം അപ്പോൾ കുറയുക ചെയ്യുന്നത്.
കാരണം വെച്ചാൽ 3ലേക്ക് പോയി മറഞ്ഞു, വ്യാഴം മറഞ്ഞു കഴിയുമ്പോൾ ഇവർക്ക് പല പല ബുദ്ധിമുട്ടുകൾ, ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ട്, ജോലിക്ക് പോകാനൊരു ബുദ്ധിമുട്ട്, അങ്ങനെ പല പല ബുദ്ധിമുട്ടുകളും ഇവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. മൂന്നാമത്തെ രാശിയായ മിഥുന രാശിയെ പറ്റി പറയുകയാണെങ്കിൽ മകയിരത്തരയും തിരുവാതിരയും പുണർദം മുക്കാലും ചേരുന്ന നക്ഷത്രപാദങ്ങളാണ് ഈ മിഥുന രാശിയിൽ വരുന്നത്. മിഥുന രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് ജന്മവ്യാഴമാണ്. ജന്മവ്യാഴം അത്ര ഗുണം കൊടുക്കില്ല. കാരണം വ്യാഴം ജന്മത്തിൽ നിൽക്കുന്ന അത്ര നല്ലതല്ല എന്നാണ് ആചാര്യന്മാരെല്ലാം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇങ്ങോട്ട് തന്നെ ഈ കുജൻ്റെ ദൃഷ്ടിയും കൂടിയുണ്ട്. കുജൻ്റെ ദൃഷ്ടിയും കൂടി ഉള്ളത് കാരണം കുജൻ എല്ലാത്തിനും ഒരു മുടക്ക് വരുത്തുന്നയാളാണ്. എല്ലാത്തിനും ഒരു മുടക്കായിരിക്കും ഇവർക്ക്. എന്തിനിറങ്ങി പുറപ്പെട്ടാലും ഇവർക്കൊരു മുടക്ക് ഫീൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇവരിങ്ങനെ ഈ ജൂൺ മാസം വരെ ഇവർക്ക് ഇങ്ങനെ വളരെ കഷ്ടത നിറഞ്ഞൊരു കാലഘട്ടത്തിലൂടെ പാസ് ചെയ്യേണ്ടി വരും മിഥുന രാശിക്കാർ. ആ ജൂൺ മാസം മുതൽ ഇവരുടെ വ്യാഴം രാശി കർക്കിടകത്തിലേക്ക് മാറുന്നത് മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല അനുഭവങ്ങൾ കിട്ടിത്തുടങ്ങുന്നൊരു കാലഘട്ടത്തിലേക്ക് വരും. അതേസമയം ഈ വ്യാഴത്തിൻ്റെ ഗുണം കിട്ടുന്നതോടുകൂടി ഇവർക്ക് ശനിയുടെ ഗുണങ്ങൾ കുറഞ്ഞു വരും ജീവിതത്തിൽ. അപ്പോൾ എന്നാലും 2.5 വർഷക്കാലം ഈ ശനിയുടെ ഉപദ്രവം ഇവർക്കുണ്ടാകും. അപ്പോൾ ഇവർ ശിവക്ഷേത്ര ദർശനം, അതുപോലെ തന്നെ വിഷ്ണു ക്ഷേത്ര ദർശനം, ഗുരുവായൂർ ദർശനം, അങ്ങനെയുള്ളതായിട്ടുള്ള വിഷ്ണു ക്ഷേത്രങ്ങളും ശിവക്ഷേത്രങ്ങളുമായിട്ട് ഇവർ കഴിയുന്നത് നല്ലതാണ്. കഴിയുന്നത്ര സർപ്പങ്ങളെ പ്രീതിപ്പെടുത്തുന്നത് ഇവരുടെ എല്ലാ തരത്തിലുള്ള ഉയർച്ചയ്ക്കും നല്ലതായിരിക്കും. പുണർദം, കാല്, പൂയം, ആയില്യം നക്ഷത്രം ഇത്രയും വരുന്നതാണ് കർക്കിടകൻ രാശിയിലെ നക്ഷത്രങ്ങൾ. കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് 12-ൽ വ്യാഴം നടക്കുന്ന കാലമാണ്. 12-ൽ വ്യാഴം എന്ന് വെച്ചാൽ അത്ര ഗുണകരമല്ല ഇവർക്ക്. പക്ഷേ കർക്കിടകൻ രാശിക്കാർക്ക് അതുപോലെ തന്നെ ശനി ഇവർക്ക് നല്ല ഗുണഫലമൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ ഈ മീനത്തിൽ നിൽക്കുന്ന ശനി കുജന്മാരുടെ ഉപദ്രവവും അതേപോലെ ഈ 12-ൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ഉപദ്രവവും കാരണം കർക്കിടകൻ രാശിക്കാർ ഇപ്പോൾ വളരെ ധനപരമായിട്ടൊരു ബുദ്ധിമുട്ട്, എല്ലാത്തിനും ഒരു തടസ്സം, ഔദ്യോഗികപരമായിട്ടൊരു ജോലിക്ക് പോകാനൊരു മടി, അങ്ങനെയൊക്കെ ഒരു മടിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടമായിട്ട് തോന്നും. നമുക്കൊരു അലസത തോന്നും. കാരണം കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നമുക്ക് ഒന്നിനും പോകാൻ തോന്നില്ല. അപ്പോൾ 12-ൽ വ്യാഴം പറഞ്ഞത് ധനാധിപനായ വ്യാഴം തന്നെ 12-ൽ പോയി നിൽക്കുന്നു. അപ്പോൾ ഇവർക്ക് 12 എന്ന് വെച്ചാൽ പതന സ്ഥാനം എന്നാണ് പറയുന്നത്. അപ്പോൾ ധനപരമായിട്ടൊരു അധപ്പതനം ഇവരിൽ കാണാൻ സാധിക്കും. ഈ രാശിക്കാരിൽ എല്ലാവരിലും ഉണ്ടാവണമെന്നില്ല കേട്ടോ. ലഗ്നഫലം വെച്ച് കുറച്ച് പേരിൽ മാറ്റം ഉണ്ടാകും. ഇതിപ്പോൾ നമ്മൾ പറയുന്നത് ചന്ദ്രഫലം അല്ലേ. അപ്പോൾ ചന്ദ്രഫലം വെച്ചിട്ട് കുറച്ച് പേർക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. പക്ഷേ പിന്നീട് ഇവർക്ക് വരുന്നതായിട്ടുള്ള ഈ ജൂൺ മാസം മുതൽ ഇവർ വ്യാഴം തൻ്റെ ഉച്ചരാശിയെ കർക്കിടകത്തിലേക്ക് വരും. ജന്മവ്യാഴം കൊള്ളില്ല എങ്കിലും കർക്കിടകൻ രാശി അതിന് ഉച്ചരാശി ആയത് കാരണം കർക്കിടകൻ രാശിക്കാർക്ക് കുറച്ച് ഗുണഫലങ്ങൾ കിട്ടും. 12-ൽ വ്യാഴം നിന്നതിൻ്റെയും കാട്ടിലും കുറച്ച് ബെറ്ററായൊരവസ്ഥ ജന്മവ്യാഴം ഇവർക്ക് കൊടുക്കുന്നതായിരിക്കും.